ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് തരിക്കഞ്ഞിക്കൊക്കെ പകരം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ കുതിർത്ത് വെക്കുക കേട്ടോ. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തിയെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ആ തവിടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരക്കണ്ട, കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ ഇത് അരച്ചെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് പശുപാലും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വെല്ലം ശർക്കര ആയതുകൊണ്ട് തന്നെ കളർ കുറവാണ് കേട്ടോ. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു പാലുള്ളത് കാരണം തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുടിക്കാനുള്ള ആ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഓവറായിട്ട് കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ തന്നെ ചെയ്യട്ടോ. പശുപാലിൽ ചെയ്യേക്കാളും ടേസ്റ്റ് തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കിയിട്ട് തന്നെ കാച്ചിയെടുക്കുക കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തണുത്ത വരുന്ന ഒരു സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയാക്കാണ്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചവ്വരി വേവിച്ചിട്ടോ സേമിയ വേവിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എന്തെങ്കിലും കടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.